ഒരു ശിഷ്യൻ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് ചിത്രകല പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ ആ ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ വളരെ നന്നായിട്ട് പെയിൻറ്റിങ് ചിത്രകലയൊക്കെ പഠിച്ചിങ്ങനെ വരുവാണ്. അങ്ങനെ ഒരു ദിവസം ആ നാട്ടിൽ ഒരു വലിയ പെയിൻറ്റിങ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. അപ്പോൾ ഈ ഗുരു തൻ്റെ ശിഷ്യനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ പോയി പങ്കെടുക്കുക, എന്നിട്ട് നീ 1ാം സമ്മാനം വാങ്ങിച്ചുകൊണ്ട് വേണം വരാനെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഗുരുവിൻ്റെ വാക്ക് കേട്ടിട്ട് നമ്മുടെ ശിഷ്യൻ ഈ ഒരു പെയിൻറ്റിങ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോവുകയും അവിടെ വെച്ച് ഇവന് കിട്ടിയ വിഷയം എന്ന് പറഞ്ഞാൽ മലയാണ്. അപ്പോൾ ഗുരു വന്നിട്ടുണ്ട്, തൻ്റെ ശിഷ്യൻ്റെ കലാവിരുതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഗുരു വന്നിട്ടുണ്ട്. അങ്ങനെ ഇവൻ ഒരു മലയടിവാരത്തിലിരുന്ന് തൻ്റെ പെയിൻറ്റിങ് ആ ഒരു ചിത്രരചന മത്സരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഗുരുവും അടുത്ത് വന്നു. അപ്പോൾ ഇവൻ വളരെ മനോഹരമായിട്ട് മലയും മലയുടെ താഴ്വാരവും അടിവാരവും ഒക്കെ ഇങ്ങനെ വരയ്ക്കുവാണ്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പം ഗുരു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് ശരിയായില്ല, അവിടെ ശരിയായില്ല, ആ കളർ അവിടെ പോരാ, ഇവിടെ വേറെ നിറം കൊടുക്കുക, അത് കുറച്ചും കൂടി ലെങ്ത് വേണം, കുറച്ചും കൂടി ഹൈറ്റ് കുറയ്ക്കണം, അങ്ങനെ പല നിർദ്ദേശങ്ങളും പറഞ്ഞു. ഇവൻ ചെയ്തതൊക്കെ തിരുത്തിക്കാനൊക്കെ ഇങ്ങനെ ശ്രമിച്ചു. ഗുരുവിൻ്റെ ഉദ്ദേശം ഇവനെ ഫസ്റ്റ് വാങ്ങിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴും ഗുരു പറഞ്ഞു, ശരി, ഇനി നീ തനിയെ ചെയ്യൂ, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം, ഞാൻ വരുമ്പോഴത്തേക്കിനും മത്സരം കഴിയാറാകും, അപ്പോഴത്തേക്കിനും നീ ഈ ഒരു പടത്തിൻ്റെ പകുതിയോളം എങ്കിലും പൂർത്തിയാക്കിയിരിക്കണമെന്ന് ഗുരു പറഞ്ഞു. ശരി ഗുരു എന്ന് വളരെ ബഹുമാനത്തോടെ ഈ ഒരു യുവാവ് ഗുരുവിനോട് പറഞ്ഞു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞു. ഗുരു തിരിച്ചു വന്നപ്പോഴത്തേക്കിനും മത്സരം അവസാനിച്ചിരുന്നു. അപ്പോൾ തൻ്റെ ശിഷ്യൻ്റെ പടം കണ്ടപ്പോഴത്തേക്കിനും അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം, വളരെ നന്നായിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ വിധിയും വന്നു. അവന് 1ാം സമ്മാനം ലഭിച്ചിരിക്കുന്നു. ഒരുപാട് മത്സരാർത്ഥികളുണ്ടായിരുന്നു, അതിൽ നിന്നും ഈ ഗുരുവിൻ്റെ ഈ ഒരു ശിഷ്യനായിരുന്നു വിജയിച്ചത്. അപ്പോൾ ഗുരുവിന് ഭയങ്കര സന്തോഷവും അതിശയവും കൂടി തോന്നി. അദ്ദേഹം അവനോട് ചോദിച്ചു, ഞാൻ പല കറക്ഷൻസും പറഞ്ഞ് നിന്നെ ബുദ്ധിമുട്ടിച്ചു, നീ ചെയ്തതിൽ ഒരുപാട് മിസ്റ്റേക്ക് എൻ്റെ കണ്ണിൽ പെട്ടു, അതെല്ലാം ഞാൻ നിന്നെ കൊണ്ട് തിരുത്തിച്ചു, പക്ഷേ നീ എല്ലാം ക്ഷമയോടെ തന്നെ ചെയ്തു, നിനക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നിയില്ലേ എന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ ഗുരുവിൻ്റെ ശിഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നത് വരെ ഞാൻ അങ്ങേ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്, എന്നാൽ അങ്ങ് ഇവിടുന്ന് പോയതിനു ശേഷം ഞാൻ എന്നെ പ്രീതിപ്പെടുത്താനാണ് ശ്രമിച്ചത്, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പ്രയോറിറ്റി കൊടുത്തു, ഞാൻ എൻ്റെ മനസ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിച്ചു, അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ ചിത്രം പൂർത്തിയാക്കാനും കഴിഞ്ഞു, എനിക്കതിൽ 1ാം സമ്മാനം നേടി വിജയിക്കുവാനും കഴിഞ്ഞു. ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലും ചെയ്യേണ്ടത്. അതായത് എല്ലാ കാര്യങ്ങളും നമ്മുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മെൻറ്റർ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ നമ്മളെ പഠിപ്പിക്കും, അല്ലെങ്കിൽ അവരിൽ നിന്ന് പഠിക്കണം എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. നമ്മുടെ സ്വന്തം കഴിവിൽ നിന്നും നമ്മൾ ചിന്തിക്കണം, നമ്മുടെ സ്വന്തം കഴിവിൽ വിശ്വസിക്കണം, നമ്മുടെ സ്വന്തം ലൈഫിൽ നിന്നും നമ്മൾ കാര്യങ്ങൾ പഠിക്കണം, നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസസിൽ നിന്നും നമ്മൾ കാര്യങ്ങൾ പഠിക്കണം. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ എല്ലാം ടീച്ചേഴ്സ് പഠിപ്പിക്കും, അതുപോലെ ടീച്ചേഴ്സും ചിന്തിക്കാൻ പാടില്ല ഞാൻ തന്നെ എല്ലാം അവരെ പഠിപ്പിച്ചിരിക്കണം, അങ്ങനെയൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. പാഠപുസ്തകത്തിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ മാത്രമല്ല, ലൈഫിലെ എക്സ്പീരിയൻസസിൽ നിന്നും നമ്മൾ പല കാര്യങ്ങളും പഠിച്ചിരിക്കണം. താങ്ക് യു.